ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഐ നോബഡിയാണ്. സോ ഇതിന്റെ മെയിൻ കാസ്റ്റ് വരുന്നത് പൃഥ്വിരാജ് ആൻഡ് പാർവതി. സോ ഇതിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് ഡയറക്ടർ നിസാം ബഷീർ, റൈറ്റർ സമീർ അബ്ദുൽ, പ്രൊഡ്യൂസർ സുപ്രിയ മേനോൻ, മുകേഷ് ആർ മേത്ത, സി വി സാരഥി. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ദിനേശ് ആണ്. പിന്നെ എഡിറ്റർ റമീസ് എം പി ആണ്. നല്ല എഡിറ്റിംഗ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. മ്യൂസിക് കമ്പോസർ ജെയ്ക്സ് വിജയുടെ അടുത്ത് പറയേണ്ടതാണ് ഗൈസ്, ഇതിന്റെ മ്യൂസിക്കുകൾ അടിപൊളിയായിരുന്നു. ആ തിയേറ്ററിൽ ഓരോരോ ചില സീനൊക്കെ നല്ല ഹൈ തരുന്നത് ഇതിന്റെ മ്യൂസിക്കാണ്. സൂപ്പർ മ്യൂസിക് ആയിരുന്നു. പിന്നെ ഈ സിനിമേന്റെ ഏറ്റവും മെയിൻ പോയിന്റ്, അതായത് ഏറ്റവും മികച്ചു നിൽക്കുന്നത്, ഈ സിനിമയിൽ ഏറ്റവും മികച്ചിരിക്കുന്നത് ഇതിന്റെ സ്റ്റണ്ടാണ്. ഇതിന്റെ സ്റ്റണ്ട് ചെയ്തേക്കുന്നത് യാനിക് ബെന്നും കലായ് കിങ്സണും പിന്നെ അമിത് ജോലി ബാസ്റ്റിനുമാണ്. സൂപ്പർബായിരുന്നു ഇതിന്റെ സ്റ്റണ്ട്. ഓരോരോ സ്റ്റണ്ടും അടിപൊളിയായിരുന്നു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഈ സ്റ്റണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരേക്ക് ഇത് മസ്റ്റ് കാണണം. അതിന്റെ ഫസ്റ്റ് ഹാഫിൽ ഒരു കുറെ സ്റ്റണ്ടുകളുണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പർബായിരുന്നു സ്റ്റണ്ടുകൾ. സിനിമയെ കുറിച്ച് പറയുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു സൂപ്പർ ഫസ്റ്റ് ഹാഫാണ്. അതിന്റെ ഫസ്റ്റ് ഷോട്ട് തൊട്ട് അടിപൊളിയായിട്ടാണ് നമ്മളെ ഇരുത്തുന്ന കഥയിൽ. നമ്മൾ ഫുൾ ആ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ ഇരിക്കും. സെക്കൻഡ് ഹാഫിൽ വരുവാണെങ്കിൽ മാത്രമാണ് ഇച്ചിരി പോരായ്മകൾ. ഫസ്റ്റ് ഹാഫിൽ കൊടുത്ത ആ ആക്സലറേഷൻ സെക്കൻഡ് ഹാഫിൽ ഇല്ല, വളരെ താന്നു പോവും. എന്നിട്ട് പിന്നെ ഒരു ഹൈ പോയിന്റ് ഉണ്ട് ക്ലൈമാക്സിന് അടുത്തൊക്കെ ആകുമ്പോൾ. ആ ഒരു സെക്കൻഡ് ഹാഫ് മാത്രമേ ഉള്ളൂ ഈ സിനിമയ്ക്ക് ഒരു ഡൗൺഫോൾ എന്ന് പറയുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് പിന്നെ ആ ഫസ്റ്റ് ഹാഫിൽ വന്നേക്കുന്ന സ്റ്റണ്ടുകളും, സെക്കൻഡ് ഹാഫിൽ സ്റ്റണ്ടുകളും അടിപൊളിയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലെ സ്റ്റോറിയും അതിന്റെ ഒരു ഗ്രാഫ് നന്നായിട്ട് ഡിപ്പാവുന്നുണ്ട്. അത് ഒഴിച്ച് നിർത്തിയാൽ ഒരു നല്ല ഒരു തിയേറ്ററിക്കൽ വാച്ച് തന്നെയാണ് ഐ നോബഡി. എനിക്ക് വർക്കായി പടം. എന്താ പറയാ, ഒരു നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. എല്ലാവരും വിചാരിക്കും ഇതൊരു ഹെയ്സ്റ്റ് പടമാണ്. ഹെയ്സ്റ്റിന്റെ കാട്ടിലും ഇതിനകത്ത് പറയുന്ന ഒരു പൊളിറ്റിക്കൽ കമന്ററിയാണ്. ആ സൊസൈറ്റീന്റെ കുറിച്ചും ആ ഒരു സോഷ്യൽ അവയർനെസ് ഒക്കെ രീതിയാണ് ഈ പടം വന്നേക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു നല്ല ഒരു വാച്ചാണ്. സോ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.